സംവാദത്തിൽ സ്വകാര്യത്തെ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. അല്ല, അവിടെ നടന്നത് നമുക്കറിയാം. ഒരു പ്രക്ഷോഭം ഉണ്ടാകുന്നു. പ്രക്ഷോഭ സന്ദർഭത്തിൽ പ്രഭാഷണം നടക്കുന്ന സമയത്ത് ആ പ്രക്ഷോഭത്തിന് വന്ന ജനങ്ങളെ, അവിടുത്തെ നാട്ടുകാരെ പോലീസ് കയ്യേറ്റം നടത്തുന്നു. പോലീസ് സ്ത്രീകളെ കടന്നു പിടിക്കുന്ന 15 പോലീസ് ആൺപോലീസുകാരാകുന്നു. അപ്പൊ ബാക്കിൽ നിന്നാണ് കല്ല് വന്നത്. ആ കല്ല് വന്നത് എവിടെ നിന്നാണെന്നത് നിഷ്പക്ഷമായി നമ്മൾ അന്വേഷിക്കണം. ആ കല്ല് വന്നത് പുറത്തുനിന്ന്, സമരക്കാരിൽ നിന്ന് പുറത്തു നിന്നാണെന്നുള്ള ആരോപണം ശക്തമാണ്. മുഴുവൻ നന്മണ്ട ബാലുശ്ശേരി ആ ഭാഗത്ത് നിന്ന് വന്നാൽ ഇതുമായി ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് അക്രമം തുടങ്ങി വെച്ചതെന്ന് മന്ത്രി ആലോചിക്കും. അതെ, ഈ ചാണകവെള്ളം കൊണ്ട് തകരുന്നതല്ല സ്വയം ചെയ്യുന്നത്. എന്നാൽ ഈ പുറത്തു നിന്ന് വന്ന ആളുകൾ സമരം ചെയ്തെന്ന് പറയും. 2 പ്രശ്നങ്ങളുള്ളത്. മന്ത്രി ഇളവരം കഴിയുന്നതിന് ഒരുപക്ഷെ അറിയാൻ സാധ്യത രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. കേരളത്തിൽ ഉപയോഗിപ്പിക്കുന്നതിന് സമരങ്ങൾക്ക് തുടക്കം കൊടുത്ത രാഷ്ട്രീയ നേതാവ് അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സ്വദേശി. അദ്ദേഹം നടത്തിയ ഏറ്റവും ശക്തമായ കുടിയിറക്ക് വിരുദ്ധ സമരം കോട്ടയം ജില്ലയിൽ അമരാവതിയിൽ. ഒരു പുറത്തുനിന്ന് വന്ന AKG സമരം ചെയ്തു. പുറത്തുനിന്നാണ് സമരം ചെയ്തതുകൊണ്ട് AKGയുടെ സമരത്തെ ജനവരങ്ങളിൽ തള്ളി പറയും. ഒന്നാമത്തെ പ്രശ്നം അതാണ്. രണ്ടാമത്തത്, കിനാലൂരിലെ സമരത്തിൽ പുറത്തുനിന്നുള്ള ആളുകൾ വന്നത് ഒരു ശരിയാണ്. ആ പുറത്തുനിന്നുള്ള എവിടെയാണ്? കക്കോടിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, മോനിക്കലിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, നന്മണ്ടിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഈ പാത കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളാണ് വന്നത്. പരിക്ക് പറ്റിയ ആളുകൾ പത്രത്തിൽ ലിസ്റ്റ് വന്നുള്ള പരിക്ക് പറ്റിയ ആളുകൾ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക. എല്ലാവരും കിനാലൂർ സ്വദേശികളാണ്. പരിക്ക് പറ്റിയ ആളുകൾ മുഴുവൻ കിനാലൂർ സ്വദേശികളാണ്. ഈ സമരത്തിൽ പാത കടന്നു പോകുന്ന, പാതയുടെ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന, കുടിയൊഴിപ്പിക്കപ്പെടാൻ പോകുന്ന പ്രദേശങ്ങളിൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അത് പുറത്തുനിന്നുള്ള ആളുകളല്ല. പദ്ധതിയുടെ എളമരംകരിയും അടിച്ചേൽപ്പിക്കാൻ പോകുന്ന ഈ ഭീകര പദ്ധതിയുടെ ഇരകളാണ്. അവർ ജീവിക്കാൻ വേണ്ടി നടത്തുന്ന സമരമാണ്. അപ്പൊ അടിസ്ഥാനപരമായി ഒരു സമരത്തിലും പുറത്തുനിന്നുള്ള ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന സിദ്ധാന്തമാണ് എളമരംകരിയിലുള്ളതെങ്കിൽ AKGയുടെ സമരങ്ങൾ തള്ളി പറയണം. പക്ഷെ കിനാലൂരിന്റെ കാര്യത്തിൽ സംഭവിച്ചത് പുറത്തുനിന്നുള്ള ആളുകളല്ല, പദ്ധതിയുടെ ഇരകളായിട്ടുള്ള ആളുകളാണ്. സോളിഡാരിറ്റിയും അതുപോലെ തന്നെ ഇതിനെ ഒരു വലിയ ഗൂഢാലോചന സാധനങ്ങൾ നിങ്ങൾക്ക് ആരെയാണ് കൃത്യമായി ആക്രമിക്കേണ്ടതെന്ന് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു മന്ത്രി പറഞ്ഞു. അങ്ങനെ അജണ്ടയില്ല. ഞങ്ങൾക്ക് കൃത്യമായ അജണ്ടയില്ല. ആ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പദ്ധതി ജനകീയ അംഗീകാരമില്ലാതെ, ഈ സുതാര്യമായില്ലാതെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അജണ്ട. അതിനപ്പുറം ഒരു അജണ്ട അതിലില്ല. നാട്ടുകാരുമായിട്ടും സർവകക്ഷികളായിട്ടും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടും 12 അധികം പല തലങ്ങളിലായിട്ട് രാഷ്ട്രീയ ചർച്ച ചെയ്തു. അല്ല, ഈ ചർച്ചയിൽ ഇപ്പോഴും ഇന്നലത്തെ വിഷയത്തിൽ പോലും എന്ത് പദ്ധതിയാണെന്നതിനെ കുറിച്ച് മന്ത്രിക്ക് ഉറപ്പ് പറയാമായിരുന്നില്ല. ഈ 4 വരിപ്പാത, ഇതല്ലാത്ത ബദൽ മാർഗങ്ങളുണ്ട്. എന്തുകൊണ്ട് ഇത്ര ചർച്ച നടത്തിയിട്ട് കളക്ടറുടെ പ്രസ്താവനയും മന്ത്രിയുടെ പ്രസ്താവന തമ്മിൽ വൈരുദ്ധ്യമുണ്ടായി? എന്ത് സുതാര്യതാണ്? എന്ത് പദ്ധതി? വളരെ ലളിതമായ ചോദ്യങ്ങൾ. എന്ത് പദ്ധതി? ആര് വരുന്നു? ഈ പാത ആർക്കു വേണ്ടി? ഈ പാതയുടെ അളവെത്ര? വിൽബർ സ്മിത്തിന്റെ പഠനത്തിലുള്ള അളവ് അല്ലെങ്കിൽ മലേഷ്യൻ കമ്പനികളുടെ പഠനത്തിലാണോ? ഈ ചോദ്യത്തിനാണ് മന്ത്രി പറയുന്നത്. അങ്ങനെ പഠനം വേണ്ടെന്ന് പറയുന്നത്. വ്യക്തി ചർച്ചയാണ് നടന്നത്. മറ്റൊന്ന് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ സമരത്തിൽ സോളിഡാരിറ്റി മാത്രമേ ഉള്ളത്. ജനജാഗ്രതാ സമിതിയിൽ കോൺഗ്രസുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, CPM അല്ലാത്ത എല്ലാ ആളുകളുമുണ്ട്. എല്ലാ ആളുകളും കൂടി സംയുക്തമായി നടത്തിയ ഒരു സമരം. ആ സമരത്തിൽ ഗൂഢാലോചനയാണ്, മറ്റ് പുറത്തുനിന്ന് ആളിടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ വളരെ ബാലിശമായ, ആരഭ്യസിക്കാൻ വേണ്ടിയിട്ടുള്ള വാദങ്ങളാണ്. ജനതാ വരുന്നത് അവർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ വീട് നഷ്ടപ്പെടുന്ന പ്രശ്നമാണ്.
നിങ്ങൾ പറഞ്ഞ പദ്ധതി നടത്തുന്നത് അല്ലെ പദ്ധതി ശരിക്കും ഇത് തന്നെ ശരിക്കും വൈകിട്ടില്ലേ ഒരു സമയത്ത് നിന്നുകൊണ്ട് പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ ഒരു വിഭാഗം പറഞ്ഞു ഒരു വിഭാഗം പറഞ്ഞ് ഞങ്ങൾക്ക് റോഡ് ആശ്രമിക്കുന്നത് നിങ്ങൾ അതാ ചെയ്യും. നിങ്ങൾ 4 വരി പാതയിലാണോ അതല്ല പദ്ധതി വരുന്നതാണോ നിങ്ങൾ ആദ്യം പദ്ധതിയിലാണ് നിങ്ങളുടെ പ്രശ്നം. എന്താണ് പദ്ധതിയിലെ പ്രശ്നം? ഏത് പദ്ധതി? കിനാലിൽ വരാൻ പോകുന്നത് ഏത് പദ്ധതി? സർക്കാർ പറയുന്ന പോലെ എന്തായാലും കിനാലിൽ വ്യവസായ കിനാലിൽ വരാൻ പോകുന്ന ഏത് പദ്ധതി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? അല്ല എന്ത് പദ്ധതിയായാലും അവിടെ വ്യവസായ സംരംഭം ഒരു പദ്ധതിക്കുള്ളതല്ല. ഞങ്ങൾ പറഞ്ഞത് പദ്ധതി എന്താണെന്ന് വ്യക്തമാക്കണം എന്ന് മാത്രമാണ്. ഇനാലൂരിൽ വരുന്ന പദ്ധതിയെ സ്വയം എതിർത്തിട്ടില്ല. ആ പദ്ധതിയെ കുറിച്ച് സുതാര്യമാകണമെന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് അവിടെ റോഡ് വരുന്നത്. ആ റോഡ് വരുന്നതിൽ ആ ഏത് പദ്ധതിയുടെ താല്പര്യമാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, PWD ആണോ, വ്യവസായ വകുപ്പാണോ, അതല്ല മറ്റു വല്ലതുമാണോ, ആ ഏത് താല്പര്യ പ്രകാരമാണ് ആ റോഡ് വരുന്നത്. ആ റോഡ് വരുന്ന ആളുകൾക്ക് ആ റോഡിന്റെ അലയിൽ ഇത് രണ്ടല്ല, ഇത് ഒന്നാണ്. ഈ റോഡുമായി ബന്ധപ്പെട്ട ചർച്ച ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഒരു മലേഷ്യൻ കമ്പനിയുടെ CEO ഹംസത്ത് ബിൻ ഹസനും KSDCയുടെ ചെയർമാനും തമ്മിൽ ഉള്ള ഒരു കരാറിന്റെ ഭാഗമാണ്. PH കുര്യനും തമ്മിലുള്ള കരാറിന്റെ ഭാഗമാണ്. അവർ വെച്ച നിർദ്ദേശമാണ് ഈ മാളിക്കടവ് മുതൽ പ്രത്യേകം, അതായത് ആ ഡെഡിക്കേറ്റഡ് റോഡിനാണ് പ്രയോഗമുള്ളത്. റോഡ് പറയുന്നത് ഇപ്പൊ മലേഷ്യൻ കമ്പനി ഇല്ല. മലേഷ്യൻ കമ്പനി പിന്മാറിയ ശേഷമാണ് പത്രത്തിൽ പരസ്യം കൊടുത്തുകൊണ്ട് കേരളത്തിലെ തന്നെ സംരംഭകരെ ക്ഷണിച്ചത്. അങ്ങനെ അപേക്ഷ കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് VKCയുടെയും ബാലൻ വൈദ്യരുടെ മകനും അവിടെ ഭൂമി കൊടുത്തത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. ഇങ്ങനൊരു മലേഷ്യൻ കമ്പനിയുടെ നിർദ്ദേശം കാരണമായിരുന്നു ഒന്ന് കോഴിക്കോട് എയർപോർട്ടിനടുത്ത് 50 ഏക്കർ ഭൂമി അവർക്ക് വേണം, പ്രത്യേകമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ. മറ്റൊന്ന് ഈ റോഡ് വേണം. മലേഷ്യൻ കമ്പനി നിർദ്ദേശിച്ച ഈ റോഡ് മലേഷ്യൻ കമ്പനി പോകുന്നതിലൂടെ പോകും എന്നാണ് മാന്യമായി അല്പം ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കുക. കാരണം മലേഷ്യൻ കമ്പനി അവർ വെച്ച നിർദ്ദേശമാണിത്. പിന്നെ ആർക്കുള്ള റോഡ്